നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് എടോ തനിക്കൊക്കെ പണിക്ക് പോയിക്കൂടെ? നീൻ്റെ മുമ്പൊരു ലോട്ടറി നടത്തി, അവിടെ നീ പറ്റിച്ചു എന്ന് പറഞ്ഞാണ് ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നൊരു കാര്യം എന്താണെന്നറിയോ, ഈ നാട്ടുകാരെ പറ്റിച്ച് തിന്ന് ശീലിച്ചവർക്കുണ്ടല്ലോ, ആ നാട്ടുകാരെ പറ്റിച്ച് തിന്നാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ നീ അനുഭവിക്കുകയുള്ളൂ കേട്ടോ, നീ അനുഭവിക്കും. കണ്ട് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ഒളിവിലാണ്. കുഞ്ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യണത് കണ്ട്, ട്രെയിനിൽ പോകുന്നേരം വീഡിയോ എടുത്തിട്ട് മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. കുടുംബസമേതം ഗുജറാത്തിലാ സൂറത്തിലാ ഒക്കെ പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. സൂറത്ത് പോയാലും ഗുജറാത്തിൽ പോയാലും മണ്ണിൻ്റെ അടിയിൽ പോയാൽ പിന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാം, അല്ലാതെ ഭൂമിയിൽ എവിടെ പോയാലും രക്ഷപ്പെടില്ല. അധ്വാനിച്ച് ജീവിച്ചൂടെ? നല്ല തടിയുണ്ടല്ലോ. ബാപ്പ 33 കൊല്ലം ദുബായിൽ കിടന്നുണ്ടാക്കിയത് നമ്മളെ സ്വത്തും മുതലും വീടും ഒക്കെ എന്ന് പറഞ്ഞല്ലോ. എനക്ക് പാടില്ല ഇതൊന്നും. ബാപ്പ അധ്വാനിച്ചോണം എനക്കും പോയി അധ്വാനിക്കരുത്. ഓരോ ആളിൽ നിന്ന് 1000 വെച്ച് 1500 വെച്ച് പിരിച്ച് 2 കോടിക്ക് മേലെ രൂപയും തട്ടിപ്പാക്കി ഒരു വീട്, അത് വീട് പോകാനും പാടില്ല. അത് കിട്ടിയിരിക്കുന്നത് നാസറിൻ്റെ മോൻ്റെ ചങ്ങായിക്ക്. നാസറിൻ്റെ മോന് പറയുന്നത് 25 കൊല്ലമായിട്ട് വാപ്പയായിട്ട് യാതൊരു ബന്ധവുമില്ല. വാപ്പയും മോനുമായിട്ടുള്ള ബന്ധം എന്തോ ഉണ്ടോ ഇല്ലയോ നമ്മുടെ നാട്ടുകാർക്ക് അറിയണ്ടല്ലോ. വാപ്പ പറ്റിപ്പിന് നിൽക്കുമ്പോൾ മോനെ കൂട്ടു നിന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മോനെന്തിനാ മോൻ്റെ ചങ്ങാതീനെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചത്? ആ ടിക്കറ്റിനകത്ത് കിട്ടിയിരിക്കുകയാണല്ലോ 1ാം സമ്മാനായ നാസറിൻ്റെ വീട്. അപ്പോൾ 2 ചങ്ങായി വന്നിട്ട് പറഞ്ഞല്ലോ അവനക്ക് വീട് വേണ്ട, നിങ്ങളൊന്ന് സഹായിക്കാൻ വെച്ചിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തതാണെന്ന്. എത്രമാത്രം ഇതൊക്കെ ശരിയാണ്? ഇതൊന്നും ശരിയല്ല എന്ന് ഇതൊക്കെ വീഡിയോ കാണുന്നവർക്കും ആ നറുക്കെടുപ്പ് കണ്ടവർക്കും മനസ്സിലാവും. ഇതിനൊക്കെ തലവെച്ചിരിക്കാൻ വേണ്ടിയിട്ട് 1000 രൂപയ്ക്ക് ഒരു വീട്, 1000 രൂപയ്ക്ക് ഒരു ജിമ്മി, 1000 രൂപയ്ക്ക് ബുള്ളറ്റ് ബൈക്ക്, പിന്നെന്താ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഇങ്ങനെ ദൂർത്തടിക്കാൻ ചെലവഴിക്കരുത്. ആളെ പറ്റിച്ച് ജീവിക്കരുത് കേട്ടോ. എല്ലാത്തിലും പെടും. ഇൻകം ടാക്സ് വെട്ടിപ്പുണ്ട്. പിന്നെ നിയമപരമല്ലാത്ത ലോട്ടറി കച്ചവടമാണ് നടത്തിയത്. നിയമപരമല്ലാത്ത ലോട്ടറി കച്ചവടം നടത്തിയതിന് ശിക്ഷയുണ്ട്. ഇൻകം ടാക്സ് കൊടുക്കാത്തതിന് അത് വേറെ വകുപ്പുണ്ട്. ഈ ഗവൺമെൻറ് ഇതൊന്നും കണ്ടില്ലേ കേട്ടില്ലേ ആവുക. ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഇവരെ പറ്റിയുള്ളതേ ഉള്ളൂ. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബിലും എല്ലാം ഇഷ്ടപ്പെടാണ്ട് മറ്റുള്ളവരുടെ പൈസക്ക് ജീവിക്കാൻ വരുത്താൻ തയ്യാറാവുമ്പം കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അവനെ കൊണ്ടു കൊടുക്കാനും അവനങ്ങ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവനൊരു ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഒരു കൂപ്പൺ ഉണ്ട്, ഇന്ന സാധനം വാങ്ങിയാൽ ഒരു കൂപ്പൺ ഉണ്ടെന്ന് കേട്ടാൽ കൂപ്പൺ വാങ്ങി പോരാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും കൂപ്പൺ വാങ്ങി ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് ഇനി തുടരെ ഇപ്പം നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ നറുക്കെടുപ്പ് 25-ാം തീയതി കഴിഞ്ഞാൽ വേറൊരുത്തൻ കരഞ്ഞ് മെഴുകുന്നുണ്ടായിരുന്നു നറുക്കെടുക്കുമ്പോൾ. അവനവൻ്റെ ഓന് പിന്നെ സത്യം പറഞ്ഞാൽ നേവണത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ, നേരായ വഴി കൂടെ ടിക്കറ്റ് എടുത്തിട്ടില്ല എങ്കിൽ അവനറിയാം അവനും ഇതുപോലെയാകുമെന്നുള്ളത്. നമ്മുടെ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പം കുഞ്ഞാനെ ഒരുപാട് ആൾക്കാർ ഇതിന് ഫോളോ ചെയ്ത് വന്നവരൊക്കെ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. എന്നെപ്പോലെ പറ്റിച്ച് മുങ്ങാൻ അവർക്കൊന്നും പറ്റിയിട്ടില്ല. അതാണ് യഥാർത്ഥ കാരണം. എന്നെപ്പോലെ എല്ലാവരും ആവില്ലല്ലോ, ആവരുത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കാര്യമായിട്ട് ഫോണ് തുറന്നാൽ വേറൊന്നും കാണാനില്ല. എന്താണുള്ളത്? ഇനി ബെഡ്ഷീറ്റിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടി ഫാമിലിയുടെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചവർക്കൊക്കെ കിട്ടിയ കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് അടുത്തുണ്ടാവും. ഒരു നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കണമെന്നാണ് കണ്ടത്, ഒരു വീഡിയോ കണ്ടു. ഇനി അടുത്ത നറുക്കെടുപ്പ് വരും. അപ്പോൾ
നറുക്കെടുക്കണവരൊക്കെ ഇത് കിട്ടും വിചാരിച്ചിട്ട് 1699 രൂപ വിലയുള്ള ബെഡ്ഷീറ്റ് വെറും 1000 രൂപ. സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ വിഷയം തന്നെയാണ്, വേറെ വിഷയങ്ങളൊന്നും തന്നെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരാട്ടോ.